നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വരവൂർ പിലാക്കാട് കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ച സംഭവം പോലീസ് അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് നിർണായക സൂചന ലഭിച്ചതായി പോലീസ്. 48ാമത് വയലാർ രാമോർമ്മ സാഹിത്യ പുരസ്കാരം അശോകൻ ചെരുവിലിന്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഒക്ടോബർ 27 വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച അപകടം. കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. അപകടം ഞായറാഴ്ച രാവിലെ 8:30 രൂക്ഷമായ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയുമായി ചൂണ്ടൽ പഞ്ചായത്ത്. കാട്ടുപന്നികളും ക്ഷുദ്രജീവികളും വരുത്തുന്ന വ്യാപക കൃഷിനാശത്തെ തുടർന്ന് പഞ്ചായത്ത് പരിധിയിലെ കർഷകർ, കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റ് നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു എം ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തിരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കണമെന്നും റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്തണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. വരവൂരിൽ പിലാക്കാട് കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് നിർണായക സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ, സഹോദരൻ അരവിന്ദാക്ഷൻ എന്നിവരെ പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത്. കൃഷി ചെയ്യാതെ പുല്ലുമൂടി കിടക്കുന്ന പാടത്തിന് ചുറ്റുഭാഗത്തും പല ഭാഗങ്ങളിലേക്കും കാട്ടുപന്നിയെ പിടികൂടുവാൻ ഇരുമ്പുകമ്പി കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത മോട്ടോർ പുരയിൽ നിന്ന് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാണ് പന്നിവേട്ട നടത്തുന്നത്. രാത്രിയിൽ മീൻ പിടിക്കാൻ പാടശേഖരത്തിലെത്തിയപ്പോഴാണ് ഇവർക്ക് ഷോക്കേറ്റത്. തൊട്ടടുത്തു തന്നെ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കാട്ടുപന്നിയും ചത്തിരുന്നു. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ, SI യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. സംശയമുള്ള ചിലരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇതോടൊപ്പം കാട്ടുപന്നിയെ വേട്ടയാടിയ സംഭവത്തിൽ വനം വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. 48ാമത് വയലാർ രാമോർമ്മ സാഹിത്യ അവാർഡ് അശോകൻ ചെരുവിലിന്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം. വയലാർ രാമോർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സാഹിത്യകാരനുമായ പ്രൊഫസർ G. ബാലചന്ദ്രനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 1 ലക്ഷം രൂപയും ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യകാരന്മാരായ ബെന്യാമിൻ, KS രവികുമാർ, ഗ്രേസി എന്നിവർ അടങ്ങിയ ജൂറിയാണ് നോവൽ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുത്ത 1265 പേർ നിർദ്ദേശിച്ച 330 കൃതികളിൽ നിന്നാണ് കാട്ടൂർ കടവ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. പുരസ്കാരം ഒക്ടോബർ 27 വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വയലാർ രാമോർമ്മ രചിച്ച ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിയ ഗാനാഞ്ജലിയും ഉണ്ടാകും. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷനായി. കുന്നംകുളം MLA AC മൊയ്തീന്റെ ശ്രമഫലമായി 2019-20 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലായി 6 സ്മാർട്ട് ക്ലാസ് റൂം, ടോയ്ലറ്റ് ബ്ലോക്കുകളോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA നാട മുറിച്ച് ഫലകം അനാച്ഛാദനം ചെയ്തു. ഇതിൻ്റെ പുറകെ നടന്ന് പണിയെടുക്കാൻ മടിക്കുന്ന ഒരു കോൺട്രാക്ടറെ കൊണ്ട് ഈ പണി പൂർത്തീകരിച്ചത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാറാക്കിയത് PWDയുടെ കെട്ടിട വിഭാഗത്തിൻ്റെ AE ശ്രീമതി ആശയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ AEO ശ്രീ മൊയ്തീനും വളരെ ശ്രമം ഈ കാര്യത്തിന് നടത്തിയിട്ടുണ്ട് എന്നെനിക്കറിയാം. 4 കൊല്ലമായൊരു കരാറുകാരൻ ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ട് ഒരു കാരണവുമില്ലാതെ വെച്ച് താമസിപ്പിക്കുകയാണ്. അയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂൾ കെട്ടിടം പൂർത്തിയാവട്ടെ എന്ന് വെച്ചിട്ടാണ്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അകാരണമായി വൈകിപ്പിച്ച കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV. നഫീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ,
പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, എം കെ ജോസ്, കുന്നംകുളം AEO എ മൊയ്തീൻ, വടക്കാഞ്ചേരി BPC CC ജയപ്രഭ, PTA പ്രസിഡന്റ് ഒ വി ഷനോജ് തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും പഞ്ചായത്ത് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച അപകടം. കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ആലുവ സ്വദേശികളായ മാലോത്തുപറമ്പിൽ ഇസഹാക്ക്, ഷൈല, മുഹമ്മദ് അസ്മിൽ, മുഹമ്മദ് ആദിബ എന്നിവരെ മണത്തല ലാസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 8:30 അപകടം. ബ്ലാങ്ങാട് ബീച്ചിൽ നിന്ന് വരികയായിരുന്ന ബസ് 4 മണിക്കാറ്റ് റോഡിൽ നിന്നും വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. മുല്ലത്തറ ചാപ്പറമ്പ് വളവിൽ വെച്ചായിരുന്നു അപകടം. കാർ യാത്ര ആലുവയിൽ നിന്ന് കോഴിക്കോട് CM മടവൂർ മഖാമിലേക്ക് പോവുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. രൂക്ഷമായ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയുമായി ചൂണ്ടൽ പഞ്ചായത്ത്. കാട്ടുപന്നികളും ക്ഷുദ്രജീവികളും വരുത്തുന്ന വ്യാപക കൃഷിനാശങ്ങളെ തുടർന്ന് പഞ്ചായത്ത് പരിധിയിലെ കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, TP പ്രജീഷ്, ധനേഷ് ചുള്ളിക്കാട്ടിൽ, PS സന്ദീപ്, നാൻസി ആന്റണി, കൃഷി ഓഫീസർ P റിജിത്ത്, ആസൂത്രണ സമിതി അംഗങ്ങളായ MB പ്രവീൺ, TP റാഫേൽ, വത്സൻ പാറന്നൂർ, പാടശേഖര സമിതി പ്രതിനിധികൾ, കർഷകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് പരിധിയിൽ വ്യാപക കൃഷിനാശമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നെൽകൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളും നട്ട ഞാറുകളും കുത്തിമറിച്ച് നശിപ്പിച്ചതിനോടൊപ്പം കൃഷിയിടമൊരുക്കി സജ്ജമാക്കിയ വരമ്പുകളും തകർത്ത നിലയിലാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. നെൽകർഷകർക്കു പുറമെ ഇഞ്ചി, മഞ്ഞൾ, കൊള്ളി, കുരുമുളക്, ചേമ്പ്, ചേന തുടങ്ങിയവ കൃഷി ചെയ്യുന്നവർക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി. കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ തുരത്താൻ നായാട്ട് സംഘത്തെ പ്രയോജനപ്പെടുത്തി കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലുന്ന കാട്ടുപന്നികളെ കുഴിച്ചുമൂടുന്നതിനും യോഗം തീരുമാനിച്ചു. ഒക്ടോബർ 8 ചൊവ്വാഴ്ച മുതൽ ഇത് നടപ്പാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി കേന്ദ്ര, സംസ്ഥാന കൃഷിമന്ത്രിമാർക്ക് നിവേദനം നൽകും. നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിനു വേണ്ടി കൃഷി ഇൻഷൂർ ചെയ്യുന്നതിനും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കർഷകരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. കൃഷിയോഗ്യമല്ലാത്ത പറമ്പുകളിലെ പൊന്തക്കാട് വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്ത് അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. CCTV ന്യൂസ്, കേച്ചേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസവും തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കുക, റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്തുക, ക്ഷേത്ര നഗരിയിൽ വർദ്ധിച്ചുവരുന്ന മോഷണങ്ങൾ തടയുവാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേവ് ഗുരുവായൂർ മിഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ നിരാഹാര സമരം ആരംഭിച്ചത്. നിരവധി സംഘടനകളാണ് നിരാഹാരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തിയത്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നതുവരെ ഗാന്ധി മാർഗത്തിൽ സമരം തുടരുമെന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു. കേച്ചേരിയിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്കോർപിയോ സ്കൂട്ടറിലിടിച്ച് അപകടം, യുവാക്കൾക്ക് പരിക്കേറ്റു. ചിറനെല്ലൂർ പൂങ്ങാട്ടിൽ വീട്ടിൽ പ്രകാശിന്റെ മകൻ അമർജ്യോതിസ്, മറ്റം കണ്ടിയൂർ കാക്കശ്ശേരി വീട്ടിൽ സോളമന്റെ മകൻ ഡിയോൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ റെനിൽ കോളനി വഴിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത യുവാക്കൾ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ചാണ് സ്കോർപിയോ നിന്നത്. കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് നിന്നത്. കാറിന്റെയും സ്കോർപിയോയുടെയും മുൻവശം തകർന്നു. സ്കോർപിയോയുടെ മുൻവശത്തെ ചില്ലും തകർന്നിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ഇരുവരെയും കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കേരള പോലീസ്, എക്സൈസ്, മോട്ടോർ വെഹിക്കിൾ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കുന്നംകുളം മേഖലയിലെ സ്വകാര്യ ബസ്, ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ബോധവൽക്കരണം കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. പൊതുജനങ്ങളോടുള്ള ബസ്, ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പെരുമാറ്റം എന്ന വിഷയത്തിൽ തൃശൂർ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്യു വർഗീസ് ക്ലാസ് നയിച്ചു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ
എക്സൈസ് ഓഫീസർ കെ ലത്തീഫ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കുന്നംകുളം സബ് ഡിവിഷണൽ ഓഫീസിലെ SI സന്തോഷ് CD സ്വാഗതവും കുന്നംകുളം ട്രാഫിക് SI ജോർജ് MV നന്ദിയും പറഞ്ഞു. ക്ലാസ്സിൽ 100ഓളം വാഹന തൊഴിലാളികൾ പങ്കെടുത്തു. ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി കലാസംഘത്തെ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് യാത്രയാക്കി. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായുള്ള ഗരുഡ സേവാ ചടങ്ങിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് സംഘം യാത്രയായത്. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണിക്ക് ഗോപികാ നൃത്തം, ഉറിയടി, രാധാമാധവ നൃത്തം, തിരുവാതിര, മയൂര നൃത്തം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിച്ച 140 പേരാണ് സംഘത്തിലുള്ളത്. തിരുപ്പതി ദേവസ്ഥാനത്ത് നിന്നുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് സംഘം യാത്രയായത്. ദീപാരാധനയ്ക്ക് മുൻപായി കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിനു മുന്നിൽ നിന്നും ദർശനം നടത്തിയ ശേഷമാണ് സംഘം യാത്ര പുറപ്പെട്ടത്. തെക്കേ നടയിൽ നടന്ന ചടങ്ങിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ സംഘത്തിന് കൃഷ്ണവിഗ്രഹങ്ങളും കൊടിക്കൂറയും കൈമാറി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡോക്ടർ DM വാസുദേവൻ എന്നിവർ ആരതി ഒഴിഞ്ഞു. അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ V അച്യുതക്കുറുപ്പ്, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, സുവർണ മനോജ്, രവീന്ദ്രൻ നമ്പ്യാർ, നിർമ്മലൻ മേനോൻ, വാസുദേവക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് V പ്രദീപ്, ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഷ്ടപതിയോടെ തുടക്കം കുറിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ, ദേവീസ്തുതികൾ, നാരായണീയ പാരായണം എന്നിവ നടക്കും. ഇരിങ്ങപ്പുറം മണിഗ്രാം ഭജന സമിതിയുടെ ഭജന, ശബരീഷും സംഘവും അവതരിപ്പിച്ച തായമ്പക, തൈക്കാട് ത്രിലോക കലാക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ, പ്രൊഫസർ അച്യുതൻകുട്ടിയുടെ പ്രഭാഷണം എന്നിവയും ഇതിന്റെ അകം ക്ഷേത്രത്തിൽ നടന്നു. വിശേഷാൽ വഴിപാടുകളായ നവരാത്രി പൂജ, സരസ്വതി പൂജ എന്നിവ നടത്തുവാൻ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് ദൃശ്യമാകുന്നത്. ക്ഷേത്രസമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, സെക്രട്ടറി C ഹരിദാസ് തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ തൊഴുവാനും വഴിപാടുകൾ നൽകുവാനുമായി ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് ദൃശ്യമാകുന്നത്. ക്ഷേത്ര നടരാജ മണ്ഡപത്തിൽ കലാപരിപാടികൾ ആസ്വദിക്കുവാനും തിരക്കുണ്ട്. ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി ആസ്വാദകരുടെ മനം കവർന്നു. ആദിത്യദേവ് പുന്നൂറക്കുളത്തിന്റെ സംഗീത കച്ചേരിയും ഹൃദ്യമായി. തിങ്കളാഴ്ച കാലത്ത് സരസ്വതി മണ്ഡപത്തിൽ സരസ്വതി വന്ദനം, നടരാജ മണ്ഡപത്തിൽ സംഗീതാർച്ചന, വൈകിട്ട് നൃത്താഞ്ജലി, തുടർന്ന് രാധാമാധവം ഗ്രൂപ്പ് ഗുരുവായൂരിന്റെ നൃത്തസന്ധ്യ എന്നിവ ഉണ്ടാകും. കോട്ടോൾ ശൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ 49ാമത് ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാനായി ആയിരങ്ങളെത്തി. നേർച്ചയുടെ ഭാഗമായി പ്രഭാഷണവും ദുആ മജ്ലിസും ഉണ്ടായി. സമസ്ത തൃശൂർ ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലംകുളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മഹല്ല ഖത്തീബ് ഹാഫിള് സയ്യിദ് അസ്സനി അൽ ഹിക്മി ദുആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ ശൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ ഖബറിങ്കിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വിതരണം ആരംഭിച്ചു. രാവിലെ 10 മണി മുതൽ 3 മണി വരെ നടന്ന നേർച്ച വിതരണത്തിൽ ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു. മഹല്ല പ്രസിഡന്റ് VA ഉമർ മുസ്ലിയാർ, സെക്രട്ടറി MM ഇബ്രാഹിം മുസ്ലിയാർ, ട്രഷറർ KA ഷാഹു, ഖത്തീബ് ഹാഫിള് സയ്യിദ് അസ്സനി അൽ ഹിക്മി, വൈസ് പ്രസിഡന്റ് MK അബ്ദുൽ ഗനി, കൺവീനർ ഷറഫുദ്ദീൻ, ചെയർമാൻ മുസ്തഫ KK, മഹല്ല കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരി മഴുവഞ്ചേരിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കൈപ്പറമ്പ് പുത്തൂർ സ്വദേശി വടക്കുംചേരി വീട്ടിൽ അരവിന്ദാക്ഷന്റെ മകൻ രാജേഷിനാണ് പരിക്ക്. ഞായറാഴ്ച തിരിഞ്ഞ് 5 മണിയോടെ എറണാകുളം വില്ലേജ് ഓഫീസിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ സ്കൂട്ടറിന്റെ മുൻഭാഗം തകർന്നു. സാരമായി പരിക്കേറ്റ രാജേഷിനെ കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തൈക്കാട് VR അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടുകൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് CG രാധാകൃഷ്ണൻ, സ്കൂൾ മാനേജർ VB ഹീരാലാൽ, പ്രോഗ്രാം ഓഫീസർ M ജിഷ ജോസഫ്, ലിജോൺ, NV ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ നാട്ടുകൂട്ടം കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തികൾ നടന്നു. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പരിസരം മുതൽ ആളൂർ സെന്റർ വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പടർന്നു പന്തലിച്ചു നിന്നിരുന്ന പാഴ്പുല്ലുകളും വളർന്നു നിൽക്കുന്ന മരച്ചില്ലകളും വെട്ടിമാറ്റിയാണ് ശുചീകരണം നടത്തിയത്. നാട്ടുകൂട്ടം പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി ഷാജു, ട്രഷറർ ഫ്രേഗി ഫ്രാൻസിസ്, ജോയിന്റ് സെക്രട്ടറി അജീഷ്, വൈസ് പ്രസിഡന്റ് സിംസൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മെമ്പർമാർ തുടങ്ങിയവരും പങ്കാളികളായി.
അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി സൂര്യകുമാർ കുന്നംകുളം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ദിനേശൻ ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് മുതുവറ, മേഖലാ സെക്രട്ടറി സതീശൻ ഗുരുവായൂർ, രാജു കാളിയങ്കര, നിസാമുദ്ദീൻ ചാവക്കാട്, ബോബി വൈശ്യമ്പാട്ട്, വിൽസൺ ടി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ താണിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി പൂജാവെപ്പ് വ്യാഴാഴ്ച നടക്കും. വിജയദശമി ദിവസമായ 13 ഞായറാഴ്ച പൂജയെടുപ്പുമുണ്ടാകും. തുടർന്ന് കുട്ടികളെ എഴുത്തിനിരുത്തൽ, വിദ്യഗോപാല മന്ത്രാർച്ചന, പൂജിച്ച സാരസ്വതം നെയ്യ് വിതരണം എന്നിവയും നടക്കും. മേൽശാന്തി മണികണ്ഠ ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുന്നയൂർക്കുളം പഞ്ചായത്ത് 15-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ നാടിന് അഭിമാനമായി മാറിയ ദിയ ഫാത്തിമയെയും അനൽ കൃഷ്ണയെയും ആദരിച്ചു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇരുവരും തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ വിഭാഗം കബഡി മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ദിയ ഫാത്തിമ പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ശനിയാഴ്ച വൈകിട്ട് മന്ദലാകുന്ന കിണർ വായനശാല പരിസരത്ത് നടത്തിയ അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആലത്തിൽ മൂസയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചടങ്ങിൽ കടിക്കാട് സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ നാസർ ഹുസൈൻ മാസ്റ്ററെയും ആദരിച്ചു. 15-ാം വാർഡ് CDS ചെയർപേഴ്സൺ സാബിറ ബീരാൻ, ഷൈമ പാദുഷ തുടങ്ങിയവർ ബാലസഭാ കമ്മിറ്റിക്ക് വേണ്ടി ആദരിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുവപ്പെട്ടി ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം ഒരുക്കിയ ബൊമ്മക്കൊലു പ്രദർശനം ഭക്തിസാന്ദ്രം. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗത്തിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൃത്ത അധ്യാപികയും ചേർന്നാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയത്. മഹിഷാസുര നിഗ്രഹത്തിനായി 33 കോടി ദൈവങ്ങളുടെയും ശക്തി ഒരുമിച്ചെടുത്ത് ദേവിക്ക് നൽകിയെന്നാണ് പൗരാണിക സങ്കല്പം. ഇവിടെ ദേവിയെ പ്രകൃതിയുമായാണ് ബന്ധപ്പെടുത്തുന്നത്. പ്രകൃതിക്ക് ശക്തി നൽകുന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആനുകാലികമായി പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം നൽകുന്നത്. അധ്യാപിക മഞ്ജുഷ സുരേഷിന്റെ നേതൃത്വത്തിൽ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. ഇവിടെ ജാതിമത ഭേദമന്യേ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും അവരവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്ന് അനുസൃതമായ ബൊമ്മക്കൊലുവിന് അനുസൃതമായ ബൊമ്മകൾ വാങ്ങിച്ചു കൊണ്ടുവരികയും അത് യഥോചിതം ഓരോ പടികളിലും ഞങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 10 പേരുടെ പ്രാർത്ഥന കൊണ്ട് മറ്റു 10 പേർക്ക് നന്മ വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപികയായി ഞാനും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു. അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത് നല്ല രീതിയിൽ എന്നുള്ള ഒരു ചിന്ത ഞങ്ങളിൽ വന്നതുകൊണ്ട് ഞങ്ങളിങ്ങനൊരു 5 പടികളിലായാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യ പടിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരും, രണ്ടാമത്തെ പടിയിൽ അഷ്ടലക്ഷ്മിമാരോടുകൂടിയ സരസ്വതി ദേവിയും, മൂന്നാമത്തെ തട്ടിൽ ദശാവതാരവും മണ്ണുകൊണ്ടുള്ളതും സിറാമിക് ബൊമ്മകളും, നാലാമത്തെ തട്ടിൽ ബ്രാസ് ടൈപ്പ് ബൊമ്മകളും, അഞ്ചാമത്തെ തട്ടിൽ കല്യാണ സെറ്റും വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇതിന് നടുവിലായി കുട്ടികൾ സ്വയം നിർമ്മിച്ച ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബൊമ്മക്കൊലു അലങ്കരിക്കുന്നതിനായി മൂകാംബികയിൽ നിന്നുമാണ് ദുർഗ, ലക്ഷ്മി, സരസ്വതി വിഗ്രഹങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. 9 ദിവസം ദേവിക്ക് ചാർത്തുവാൻ 9 തരത്തിലുള്ള ആടയാഭരണങ്ങളാണ് കരുതിയിട്ടുള്ളത്. വിജയദശമി വരെ എല്ലാ ദിവസവും കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പാട്ടുകച്ചേരിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. ദുരന്തങ്ങൾ മനുഷ്യനെയും പ്രകൃതിയെയും വിഴുങ്ങുമ്പോൾ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യാൻ കൂട്ടായുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നുകൂടി മഞ്ജുഷ ടീച്ചറും വിദ്യാർത്ഥികളും നാടിനെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ബൊമ്മക്കൊലുവിലൂടെ ചെയ്യുന്നത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സ്തോത്ര മണ്ഡപത്തിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ നിർവഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷനായി. ഡൽഹി സ്വദേശികളായ ബാലഗോപാലനും പത്നി പ്രമീളയുമാണ് സ്തോത്ര മണ്ഡപം സംഭാവനയായി നൽകിയത്. ഇരുവരെയും മണ്ഡപത്തിന്റെ ശില്പി ആർട്ടിസ്റ്റ് EV സന്തോഷിനെയും ചടങ്ങിൽ ആദരിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, ധന്വന്തരി ആയുർവേദ ആശുപത്രി വികസന സമിതി ചെയർമാൻ PC അബാൽമണി തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കേക്കാട് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നാടിന് അഭിമാനമായി മാറിയ വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പറെയും മകനെയും ആദരിച്ചു. എറണാകുളം കാക്കനാട് നടന്ന 5 കിലോമീറ്റർ മൂന്നാമത് മിനി മാരത്തോൺ ഓട്ട മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ സ്വന്തമാക്കിയാണ് പഞ്ചായത്ത് മെമ്പർ SK ഖാലിദ് പനങ്ങാവിലും മകൻ അംജദ് ഖാലിദും നാട്ടിലെ താരങ്ങളായത്. 500 പേർ പങ്കെടുത്ത മത്സരത്തിൽ 1ാം സ്ഥാനം മകൻ അംജദ് നേടിയപ്പോൾ തൊട്ടുപുറകിൽ പിതാവ് ഖാലിദ് ഫിനിഷ് ചെയ്ത് 2ാം സ്ഥാനം കരസ്ഥമാക്കി. അഭയം സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഹീം വീട്ടിപ്പറമ്പിലിന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ പരിപാടി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. റഹീം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷനായി. 1ാം സ്ഥാനം നേടിയ അംജദ് ഖാലിദിന് വടക്കേക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീറും മെമ്പർ ഷനിൽ അപ്പുവും ചേർന്ന് ട്രോഫി കൈമാറി. അഭയം വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സിറാജുദ്ദീൻ പൊന്നാട് അണിയിച്ച് ആദരിച്ചു. എറണാകുളം മാർത്തോമ പബ്ലിക് സ്കൂൾ +2 വിദ്യാർത്ഥിയാണ് അംജദ്. 2ാം സ്ഥാനം നേടിയ പഞ്ചായത്ത് മെമ്പറും അഭയം വളണ്ടിയറുമായ SK ഖാലിദിനെ അഭയം സ്റ്റിയറിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ഷെരീഫ് തെക്കേക്കൊമ്പത്ത് ട്രോഫി നൽകി ആദരിച്ചു. അഭയം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ പൊന്നാട് അണിയിച്ചു. ഉപഹാരം സ്വീകരിച്ച് ഖാലിദ് പനങ്ങാവിൽ മറുപടി പ്രസംഗം നടത്തി. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ മൈമൂന സ്വാഗതവും ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും ദീർഘകാലം തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന CC വർക്കിയുടെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തൈക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CJ ബേബി അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, തൈക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഷാജി, CK സദാനന്ദൻ, ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ PK നൌഫൽ, അജിത ദിനേശൻ, CC വർക്കിയുടെ മകൻ സെബി വർഗീസ്, KS ബിജു എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പുരസ്കാരം ശനിയാഴ്ച നടന്ന SFA ജില്ലാ സമ്മേളന വേദിയിൽ മന്ത്രി MB രാജേഷിൽ നിന്ന് CSA ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. CSA ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ബിജു കടവാരത്ത് തുടങ്ങിയ പ്രവർത്തകർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മുരേമ്പറമ്പത്ത്കാവ് ക്ഷേത്ര മൈതാനത്ത് മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് ഒരുക്കിയത്. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 100 പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയോടെയാണ് ടൂർണമെന്റ് ആരംഭിച്ചത്. ഒരു മാസക്കാലം ആയിരക്കണക്കിന് കായികപ്രേമികളാണ് ചാലിശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിയത്. ടൂർണമെന്റിൽ നിന്നു ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് സംഘാടകർ വിനിയോഗിച്ചത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങളടങ്ങിയ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രമുഖരായ 26 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കളി കാണാൻ സ്ത്രീകൾക്കായി ഗാലറിയിൽ പ്രത്യേക ഇരിപ്പിടം, 2 ആംബുലൻസ്, ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീം, കൂടാതെ 1 കോടി രൂപയ്ക്ക് ടൂർണമെന്റ് ഇൻഷുറൻസും ചെയ്തിരുന്നു. ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവെ, ബിജു കടവാരത്ത്, TK മണികണ്ഠൻ, ഗോപിനാഥ് പാലഞ്ചേരി, വാസുണ്ണി പട്ടാഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി, സെക്രട്ടറി SP വാഹിദ് കുപ്പൂത്ത്, ട്രഷറർ P കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഫാദർ ഡേവിസ് ചിറമലിന്റെ ആശയത്തിന് ജോജി പോന്നൂർ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ആർത്തി ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും അണിയറ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഫാദർ ഡേവിസ് ചിറമലും ജോജിയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. കേച്ചേരി തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് ആദ്യ പ്രദർശനം ഒരുക്കിയത്. സിനിമയുടെ ഭാഗമായ എല്ലാ കലാപ്രവർത്തകരെയും തണ്ടിലം ഇടവകയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ തണ്ടിലം ഇടവകാംഗം ഡോക്ടർ PV ഔസേഫ്, ഡോക്ടർ ബാബു, CP ലിംജി സിജോ, ഫ്രെഡി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ സ്വാർത്ഥത പാടില്ല. നിസ്വാർത്ഥമായ പ്രാർത്ഥനയെ ദൈവം കേൾക്കുള്ളോ? അത് ശരിയാ. ഇന്നു മുതൽ നീ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. 6 മാസം മുമ്പ് ഇതന്നെ അച്ഛനോട് പറഞ്ഞ, ഇപ്പൊ ഉള്ളത് കൂടി ഇല്ലാണ്ടായി. അപ്പൊ എന്താ നിന്റെ നിയോഗം? ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാന്നുള്ളത് തന്നെ.
നിന്റെ ബിസിനസ് എന്താണെന്ന് നീ പറഞ്ഞില്ല. അത് ഞാൻ പറയില്ല. ഡാ, നീ വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എനിക്കൊരുപാട് കാര്യങ്ങളുള്ളതാ. ഉരുണ്ട് കളിക്കാണ്ട് നിന്റെ തൊഴിലെന്തെന്ന് പറയടാ. അത് ഞാൻ പറയില്ല അച്ചോ. അച്ചോ 10 മണിക്ക് ഒരു വെഞ്ചിരിപ്പുണ്ട് ട്ടോ. അല്ല പാവർട്ടി സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. തൃശൂർ ദേവമാത പ്രൊവിൻസിലെ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്ങൽ CMI മുഖ്യാതിഥിയായി. സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡയറക്ടർ ഫാദർ ജോസഫ് ആലപ്പാട്ട് CMI അധ്യക്ഷനായി. പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഫാദർ ജിജോ തീത്തായി അനുഗ്രഹഭാഷണം നിർവഹിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ PT ജോസ്, പ്രിൻസിപ്പൽ ഷെറീന ജോണി, PTA പ്രസിഡന്റ് സലിം KK, മുൻ പ്രിൻസിപ്പൽ ജോഷി CO, വൈസ് പ്രിൻസിപ്പൽ രഞ്ജി ജോസഫ്, കോളേജ് ചെയർമാൻ സഞ്ജയ് PS, ലിഷ PL തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകൾക്ക് തുടക്കമായി. ഇതിന്റെ മുന്നോടിയായി ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, പുഷ്പാഞ്ജലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പേരകത്ത് രഞ്ജിത്ത് എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, മാനേജർ VR പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹുസൈൻ അഗലാടിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. എല്ലാ ഞായറാഴ്ചയും തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൊതിച്ചോറുകൾ നൽകിയത്. പ്രവാസി സഹോദരങ്ങളുടെ സഹായത്താൽ ഭക്ഷണപ്പൊതികൾ ശേഖരിച്ചാണ് തെരുവിൽ അന്തിയുറങ്ങുന്നവർക്ക് എത്തിച്ചു നൽകിയത്. മുസ്തഫ എടക്കഴിയൂർ, മുജീബ് അഗലാട്, വിദ്യാർത്ഥി അഫ്ലാഹ് എന്നിവരും ഹുസൈൻ അഗലാടിനൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ പേരകം സപ്താഹ കമ്മിറ്റിയുടെ 6ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാതൃസമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെയാണ് യജ്ഞവേദി ഉണർന്നത്. യജ്ഞവേദിയിലേക്കുള്ള ഭാഗവത ഗ്രന്ഥം, വിഗ്രഹം എന്നിവ മുതുവട്ടൂർ ചെറ്റിയാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തൊണ്ടുമഠത്തിൽ ബാലചന്ദ്രൻ എമ്പ്രാന്തിരി അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, സുരാസ് പേരകം, രാധാപുന്ന എന്നിവരെ ആദരിച്ചു. KC ശിവദാസ്, മോഹൻദാസ് ചേലനാട്, PR നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആചാര്യവരണത്തിനു ശേഷം മഹാത്മ്യം പാരായണവും നടന്നു. സ്വാമി ശങ്കരവിശ്വാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമത്തോടെ ആരംഭിക്കും. വൈകിട്ട് ദീപാരാധനയോടെ സമാപിക്കും. കലാപരിപാടികളും അന്നദാനവും ഉണ്ടാകും. യജ്ഞം 13-ന് സമാപിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ യെൽദോമൂർ ബെസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ മാണിരാജൻ കോറെപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം, നേർച്ച എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 7:15 പ്രഭാത നമസ്കാരം, 8 മണിക്ക് വിശുദ്ധ കുർബാന, കൊടിമര കൂദാശ, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം, നേർച്ച എന്നിവയുമുണ്ടായി. പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് K എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി പെരുന്നാളിന് നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ മുൻവശത്ത് പുതുതായി നിർമ്മിച്ച കൊടിമരം ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂദാശ ചെയ്തു. കൊടിമര കൂദാശയ്ക്ക് ഡോക്ടർ മാണിരാജൻ കോറെപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. കൂദാശയ്ക്ക് ശേഷം പ്രഥമ കൊടിയായി പാത്രിയാർക്ക പതാക ഉയർത്തി. പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് K എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS കരയോഗ കുടുംബ സംഗമം ഡയറക്ടർ ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം വൈസ് പ്രസിഡന്റ് M ബാബു അധ്യക്ഷത വഹിച്ചു. കരയോഗത്തിലെ 80 വയസ്സ് കഴിഞ്ഞ 10 പേരെയും പഞ്ചവാദ്യ ആസ്വാദക സുവർണ മുദ്ര നേടിയ ഇലത്താളം കലാകാരൻ മുണ്ടത്തിക്കോട് സന്തോഷിനെയും യൂണിയൻ സെക്രട്ടറി S ശ്രീകുമാർ പൊന്നാട ചാർത്തി ആദരിച്ചു. കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം പ്രസിഡന്റ് രാജു മാരാത്ത് നിർവഹിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ലതാ ജയരാജ്, സെക്രട്ടറി രാജശ്രീ സുഗുണൻ, M സച്ചിദാനന്ദൻ, യൂണിയൻ ഇൻസ്പെക്ടർ N രാധാകൃഷ്ണൻ, ഡിവിഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി A സുധീഷ് ബാബു സ്വാഗതവും ട്രഷറർ A സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെ തിരുവാതിര കളിയും ഉണ്ടായി.
നവാഗത എഴുത്തുകാരിയും കൂനമുച്ചി സ്വദേശിനിയുമായ സെറീന ടീച്ചർക്ക് ആദരമൊരുക്കി കൂനമുച്ചി സത്സംഗ്. കൂനമുച്ചി പാറക്കുളം റോഡിൽ സെറീന ഹനീഫയുടെ വസതിയിലെത്തിയാണ് സത്സംഗം പ്രവർത്തകർ ആദരമർപ്പിച്ചത്. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു പൊന്നാടയണി ടീച്ചർക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു. പൊന്നാനി MES കോളേജ് അധ്യാപിക സമീറ, ഷഫീഖ്, ഹനീഫ, ഡെനിസ് ഡേവിസ് എന്നിവർ സംസാരിച്ചു. സെറീന ഹനീഫ മറുപടി പ്രസംഗം നടത്തി. പാലക്കാട് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ സെറീന ഹനീഫയുടെ ആദ്യ പുസ്തകമായ പരീക്ഷയും കാത്ത് കവിതാ സമാഹാരം കോഴിക്കോട് ശ്രാവണിക പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിരുന്നു. CV ശ്രീരാമൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ശ്രീരാമൻ സ്മൃതി പുരസ്കാരത്തിന് സലിം ഷെരീഫിന്റെ പൂക്കാരൻ എന്ന കഥാസമാഹാരം തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികളായ VK ശ്രീരാമൻ, TK വാസു എന്നിവർ അറിയിച്ചു. 40 വയസ്സിന് താഴെയുള്ള യുവകഥാകൃത്തുക്കൾക്ക് നൽകുന്നതാണ് ശ്രീരാമൻ സ്മൃതി പുരസ്കാരം. തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിലെ എരുമാട് സ്വദേശിയാണ് സലിം ഷെരീഫ്. 28,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. KM മോഹൻദാസ്, KV സുബ്രഹ്മണ്യൻ, മനോഹരൻ V പേരകം എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരത്തിനുള്ള കൃതി തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 26-ന് വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന CV ശ്രീരാമൻ അനുസ്മരണ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ അവാർഡ് സമർപ്പണം നിർവഹിക്കും. നോവലിസ്റ്റ് S ഹരീഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. നിരൂപക ഡോക്ടർ G ഉഷാകുമാരി CV ശ്രീരാമൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കും. തലക്കോടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നുവരുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനം വൈവിധ്യ 2024-2025 കാണികളെ ത്രസിപ്പിച്ച് സൂപ്പർ ബൈക്ക് ആൻഡ് വിന്റേജ് കാർ പ്രദർശനം നടന്നു. അഗ്നിചക്ര, ലിഗ, റോബോട്ടിക്സ് എക്സ്പോയും ശ്രദ്ധേയമായി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലൊരുക്കിയ അഗ്നിചക്രയിൽ പോർഷെ MK4, Audi R8, ഹമ്മർ H3, മസ്ഡ ജീപ്പ് വെയിൽഡിക്കറ്റ്, ഓപ്പൽ, ഹയാബുസ, ഹാർലി ഡേവിഡ്സൺ, കാവസാക്കി നിഞ്ച, BMW S1000, ടൊയോട്ട ഹൈലാക്സ്, ലാൻസർ, ഫോർഡ് റാപ്റ്റർ തുടങ്ങിയവ വാഹനപ്രേമികൾക്ക് ആവേശമായി. ഓട്ടോമോട്ടീവ് രംഗത്ത് പ്രശസ്തനായ ജോജി തമ്പി പ്രദർശനവേദിയിൽ എത്തിയിരുന്നു. ഇലക്ട്രോണിക്സ് വിഭാഗം സംഘടിപ്പിച്ച റോബോട്ടിക്സ് എക്സ്പോയായ ലിഗ റോബോട്ടിക്സ് അത്യാധുനിക സാങ്കേതികവിദ്യയുടെയും നൂതനാശയങ്ങളുടെയും സംഗമവേദിയായി. വിവിധ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിരവധി റോബോട്ടുകൾ കാണികളുടെ മുന്നിൽ വെച്ചു തന്നെ പ്രവർത്തനക്ഷമത തെളിയിച്ചു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വന്തം റോബോട്ടുകളെ അവതരിപ്പിക്കാനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും ലിഗ റോബോട്ടിക്സ് വേദിയായി. 25 കിലോഗ്രാം വരെ ഭാരം വരുന്ന 7 റോബോട്ടുകൾ തമ്മിൽ ശക്തമായ യുദ്ധമരങ്ങേറിയ മികച്ച യുദ്ധസാങ്കേതികവിദ്യയും ആധുനിക മെക്കാനിക്കൽ ആയുധങ്ങളും ഉപയോഗിച്ചുള്ള റോബോവാർ പോരാട്ടം പ്രേക്ഷകർക്ക് അത്ഭുതകരമായ ദൃശ്യവിരുന്നായി. ആവിഷ്കാർ, പ്രൊജക്ട് എക്സ്പോ, പേപ്പർ അവതരണം, ഫ്ലക്സ് ഫോറം, ഐഡിയത്തോൺ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുഗ പ്രൊജക്ട് എക്സ്പോ എന്നിവയും മുഖ്യാകർഷണങ്ങളായി. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ഡിസ്ട്രോയ് ദി ഡെസിബൽ, സിവിൽ വിഭാഗത്തിന്റെ വാസ്തത്വ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അവതരിപ്പിച്ച എലക്സ്പയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എമേഴ്സോ, MCAയുടെ അദ്വൈത എന്നിവയും ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രശസ്ത മ്യൂസിക് ബാൻഡ് തറവാടൊരുക്കിയ പ്രോഷോ, വിദ്യാ ഡാൻസ് ക്ലബ്ബ് ഡി അഡിക്ഷൻ ടീം ഒരുക്കിയ ഡാൻസ് എന്നിവയും കാണികളെ ആവേശത്തിലാക്കി. CCTV ന്യൂസ്, വേലൂർ. കടങ്ങോട് പഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU വയനാടിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 1,60,700 രൂപ കുന്നംകുളം MLA AC മൊയ്തീന് കൈമാറി. കടങ്ങോട് പഞ്ചായത്ത് CITU കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി KM അലി, ജില്ലാ ട്രഷറർ KA അസീസ്, കുന്നംകുളം ഏരിയ സെക്രട്ടറി MK ലക്ഷ്മണൻ, CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സ്വാഗതവും കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീനിഷ് നന്ദിയും പറഞ്ഞു. ചിറ്റഞ്ഞൂർ കാവലക്കാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ഞൂർ പൂങ്ങാട്ടുമന സരസ്വതി കലാകേന്ദ്രത്തിൽ അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം നടന്നു. നീരജ്, ഇന്ദ്രദേവ്, പ്രണവ്, ഘനശ്യാം, അനന്തകൃഷ്ണ, കാർത്തിക് കൃഷ്ണ, അഭിനവ് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത്. പ്രശസ്ത മേള കലാകാരൻ ബാബു ഇരിങ്ങപ്പുറം അരങ്ങേറ്റ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KR അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി CM അനിൽകുമാർ, ഗുരുനാഥൻ, നിഖിൽ പാവർട്ടി, ഭരണസമിതി അംഗം CK ഷാജി, സരസ്വതി കലാകേന്ദ്രം ഡയറക്ടർ മാധവൻ നമ്പൂതിരി, നഗരസഭാ കൗൺസിലർമാരായ KK മുരളി, ഗീതാ ശശി എന്നിവർ സംസാരിച്ചു. അരങ്ങേറ്റത്തിന് മുൻപായി വാദ്യകലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങും നടന്നു.
പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ഞായറാഴ്ച നടത്തിവരാറുള്ള 1000 കുടം ജലധാര അഭിഷേകം നടന്നു. ഹരിദാസ് ചെറുമനങ്ങാട്, ബിന്ദു രാജൻ, സുശീല എന്നിവർ ചേർന്ന് നാമജപം നടത്തി. ക്ഷേത്രം മേൽശാന്തി സുധീഷ് തിരുമേനിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. വിജയകുമാർ വെട്ടത്ത്, ഷാജൻ കോഴിപ്പറമ്പിൽ, ബാബു, രാജൻ പരത്തിവളപ്പിൽ, പ്രദീപ്, ഷനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോ മോർ ബെസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥന നടന്നു. ഞായറാഴ്ച രാവിലെ ഹൈറേഞ്ച് മേഖലയുടെ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പൊൻവെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവുമുണ്ടായി. മുത്തുകുടയേന്തിയും ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ബാവയെ എതിരേറ്റതിനെ അനുസ്മരിച്ച് പുലിക്കോട്ടിൽ റോക്കി വിൽസൺ കുത്തുവിളക്കേന്തി റാസയെ എതിരേറ്റു. പ്രദക്ഷിണം കടന്നുപോകുന്ന വഴികളിലെ വിശ്വാസികളെ വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ആശീർവദിച്ചു. കുരിശു തൊട്ടികളിൽ പ്രാർത്ഥനയും നടത്തി. പള്ളി കൊയറംഗങ്ങളെ മെത്രാപ്പൊലീത്ത ആദരിച്ചു. തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന എൽദോ മോർ ബെസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പള്ളിമണികൾ അടിച്ച് മെത്രാപ്പൊലീത്ത പേടകത്തിൽ നിന്നും പുറത്തെടുത്തു. ധൂപപ്രാർത്ഥനയും ആശീർവാദത്തിനും ശേഷം വിശ്വാസികൾ വണങ്ങി. പാച്ചോർ നേർച്ചയും നേർച്ച സദ്യയുമുണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 68ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി എരുവപ്പെട്ടി ഫൊറോന തല സെമിനാർ സംഘടിപ്പിച്ചു. എരുവപ്പെട്ടി ഫൊറോനയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള മാതൃവേദി അംഗങ്ങൾ സെമിനാറിൽ പങ്കെടുത്തു. ഡോക്ടർ അലക്സ് മരൂട്ടിക്കൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ CMI അധ്യക്ഷത വഹിച്ചു. ഫൊറോന മാതൃവേദി പ്രസിഡന്റ് റീന വർഗീസ്, പോൾ മണ്ടുമ്പാൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വർഷ സ്വാഗതവും രമ്യ ഡോണി നന്ദിയും പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് BDS ബിരുദത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി KB ബിൻസ. അക്കിഗാവ് PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥിനിയാണ് ബിൻസ. പാറമ്പാടം കൂത്തൂർ വീട്ടിൽ ബെനറ്റിന്റെയും ജിൻസിയുടെയും മകളാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്ന് BDSൽ 2ാം റാങ്ക് സ്വന്തമാക്കിയ ഡോക്ടർ ബിൻസ KBയെ കരിക്കാട് പ്ലസന്റ് വില്ല അസോസിയേഷൻ അനുമോദിച്ചു. കരിക്കാട് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ KJ ബെനറ്റിന്റെയും ജിൻസി ബെനറ്റിന്റെയും മകളാണ് ബിൻസ KB. അക്കിഗാവ് PSM ഡെന്റൽ കോളേജ് റിസർച്ചിലാണ് പഠനം പൂർത്തിയാക്കിയത്. അനുമോദന യോഗത്തിൽ പ്ലസന്റ് വില്ല അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ സജി കുളങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഡോക്ടർ ബിൻസയ്ക്ക് മൊമെന്റോ സമ്മാനിച്ചു. സെക്രട്ടറി നീതു ബിജു പനക്കൽ, ട്രഷറർ CC സണ്ണി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ബെനറ്റ് KJ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വേലായുധൻ KC, ലീല, സൈമൺ, ബഷീർ TA, സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി കല്ലുംപുറം റോഡ് തകർന്നു. ജീവിതയാത്രയ്ക്ക് വാഹനം ഓടിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ റോഡിലെ കുഴികൾ അടച്ച് മാതൃകയായി. ചാലിശ്ശേരി കല്ലുംപുറം റോഡിൽ പാലക്കാട് ജില്ലാതിർത്തിയിൽ തകർന്ന പാതയിലെ കുഴികൾ ദിനംതോറും വലിയ അപകടക്കുഴിയായി മാറുകയും അധികാരികൾ റോഡ് പുനർനിർമ്മാണം നടത്താത്തതിലും പ്രതിഷേധിച്ചാണ് കല്ലുംപുറം CITU ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഞായറാഴ്ച കല്ല്, മണ്ണ് എന്നിവ എത്തിച്ച് റോഡിലെ കുഴികൾ അടച്ചത്. കല്ലുംപുറത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം ലഭിക്കുന്നത് ചാലിശ്ശേരി ഭാഗത്തേക്കാണ്. 2 വർഷം മുൻപ് പടിഞ്ഞാറേപ്പള്ളി മുതൽ കല്ലുംപുറം പാടം വരെയുള്ള റോഡ് 10 ലക്ഷം രൂപ ചെലവിൽ റബ്ബറൈസിംഗ് ചെയ്തിരുന്നു. എന്നാൽ പാടം മുതൽ കവുക്കോട് പാലം വരെയുള്ള 50 മീറ്റർ ദൂരം നന്നാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയാതെ പോയതിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കൂടാതെ ഇരുഭാഗങ്ങളിൽ പൊന്തക്കാടുകളും തൊഴിലാളികൾ വെട്ടിമാറ്റി. ഒരു വാടക കിട്ടുകയെങ്കിൽ ഈ ചാലിശ്ശേരി സ്കൂളിൽ കിട്ടണത് ഈ മുഴുവൻ കുഴിയും ചാടി നമ്മളവിടെ എത്തുമ്പോഴും പിന്നെ ഞങ്ങളുടെ വണ്ടിക്ക് വലിയ പണിയൊക്കെയാണ് വരുന്നത്. ഫോണും സ്റ്റിയറിംഗ് ഗാർഡും ഒക്കെ വലിയൊരു എമൗണ്ട് ആയിട്ട് ഓരോ വലിയ കുഴിയുണ്ട്. ഞങ്ങള് ഓരോ കുഴിയിൽ ചാടിയിട്ട് വരുന്നത്. അപ്പം അതിന് ഈ സൈഡ് ഇത്ര ഒരു 100 മീറ്റർ ഇല്ല ഈ സ്ഥലം. അത് ഇങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുക. പിന്നെ എന്താ ചെയ്യുക? ഞങ്ങൾ ഓട്ടോ ടാക്സി ആൾക്കാരാണ് ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും കൊണ്ട് നടത്തുന്നത്. വേറെ ആൾ പോയി ചെയ്തു തരാനില്ല. കുറേ കാലം 5 കൊല്ലമായിട്ട് ഇതിങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. ഡ്രൈവർമാരായ ലിജോ ഹമീദ്, റസാക്ക്, ജോബി, സനൽ, നിഷാം തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇരുട്ടിൽ വഴിയറിയാതെ അലയുന്ന ജനതയ്ക്ക് തിരുദൂതരുടെ സന്ദേശം എത്തിക്കാനുള്ള അവസരമായി റബീഉൽ അവൽ മാസത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് കൊടുങ്ങല്ലൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുനീർ വരന്തരപ്പിള്ളി അഭിപ്രായപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആൽത്തറ സ്കൂളിൽ സംഘടിപ്പിച്ച വെളിച്ചമാണ് തിരുദൂതർ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ സെക്രട്ടറി പി മുനീർ അധ്യക്ഷത വഹിച്ചു. ആൽത്തറ യൂണിറ്റ് പ്രസിഡന്റ് മുജീബ് പട്ടേൽ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കെ അനീസ് നന്ദിയും പറഞ്ഞു. പുന്നൂർക്കുളം കൗക്കാനപ്പെട്ടി ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 100 വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും OSA സെക്രട്ടറിയുമായ ബിജു പള്ളിക്കര വിദ്യാലയമുറ്റത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷെസീന അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാനാധ്യാപകൻ CR ജിജോ സ്വാഗതവും ബിജോയ് B മാത്യു നന്ദിയും പറഞ്ഞു. ആലശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നടന്ന മെഗാ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷാജിത് കുമാർ, ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ഇൻചാർജ് AS സജീഷസ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാഹുൽ, എൻലൈറ്റ് തൃത്താല കോർഡിനേറ്റർ MK ചന്ദ്രൻ മാസ്റ്റർ, ഹരിത കേരള മിഷൻ തൃത്താല ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ രാമദാസ്, കമ്മ്യൂണിറ്റി കൗൺസിലർ അനൂജ് കൃഷ്ണ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് MM മുഹമ്മദ് ഉണ്ണി, വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി രാജൻ ഫാമിലി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡിലെ ദീപ്തി കുടുംബശ്രീ യൂണിറ്റിന്റെ രജത ജൂബിലി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നമ്പഴിക്കാട് CA ഫ്രാൻസിസിന്റെ വസതിയിൽ നടന്ന രജത ജൂബിലി വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കേക്ക് മുറിച്ച ശേഷം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. ദീപ്തി കുടുംബശ്രീ യൂണിറ്റ് സെക്രട്ടറി ജിനി ലോയിഡ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ രമ ബാബു, TO ജോയ്, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, CDS അംഗം രജിത, ADS അംഗം ഗീത രാജു, യൂണിറ്റ് ഭാരവാഹികളായ സ്വപ്ന ദിനേശൻ, മിനി ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ട്രസ്റ്റ് മാസം തോറും നടത്തിവരാറുള്ള ഡയാലിസിസ് കൂപ്പൺ വിതരണവും സാന്ത്വന സംഘവും OM മുഹമ്മദ് അലി ഹാജി ഉദ്ഘാടനം ചെയ്തു. കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK മുജീബ് റഹ്മാൻ മുഖ്യാതിഥിയായി. ഒമാൻ കമ്മിറ്റി പ്രസിഡന്റ് മനോജ്, ഖത്തർ എക്സിക്യൂട്ടീവ് മെമ്പർ വിശ്വൻ എന്നിവർ കൺസോളിന് ഫണ്ട് കൈമാറി ആശംസകൾ നേർന്നു. മാതാവിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് വൃക്കരോഗികൾക്കുള്ള ധനസഹായം ഷബീർ മുഹമ്മദ് ബഷീർ കൺസോളിന് കൈമാറി. UAE കോർഡിനേറ്റർ മുബാറക് ഇംബാർക്ക്, ട്രസ്റ്റിമാരായ സുകുമാരൻ മാസ്റ്റർ, ജനീഷ് CM എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് CK ഹക്കീം ഇംബാർക്ക്, ട്രസ്റ്റി RV കമറുദ്ദീൻ, സ്റ്റാഫ് അംഗങ്ങളായ ധന്യ, സൈനബ, സൗജത്ത് എന്നിവർ നേതൃത്വം നൽകി. ട്രസ്റ്റി സുകുമാരൻ മാസ്റ്റർ സ്പോൺസർ ചെയ്ത കേക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു. സെക്രട്ടറി K ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ V കാസിം നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. കുന്നോളം ഗുഡ് ഷെപ്പേർഡ് CMA സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിഭാഗത്തിനായി ലിറ്റിൽ ചാംസ് എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എൽത്തുരുത്ത് സെന്റ് ബെർത്തുമാൻസ് ആസ്പിരൻസ് ഹൗസ് റെക്ടർ ഫാദർ പൊറത്തൂർ CMI ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി സംബന്ധിച്ചു. KGM PTW പ്രസിഡന്റ് ലിൻറ്റ മേരി വർഗീസ് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെയിൻ റോഡ് സെന്ററിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിന് സംവിധാനമൊരുക്കി. യൂണിറ്റ് പ്രസിഡന്റ് MM മുഹമ്മദ് ഉണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടന്റെ വേസ്റ്റ് ബോക്സ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷാജിത് കുമാർ, ആനി വിനു, പഞ്ചായത്ത് മെമ്പർമാർ, കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സെക്രട്ടറി ഇൻചാർജ് AS സജീഷസ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാഹുൽ, ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ബഷീർ മദീന, ട്രഷറർ ബിനോയ് ഡേവിഡ്, സെക്രട്ടറി റഫീഖ് ആവുങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ ശുചീകരണ പ്രവൃത്തിയും സംഘം നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് വടക്കേക്കാട് 1-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി. വാർഡ് മെമ്പറുടെ അനാസ്ഥ മൂലം വൃത്തിയാക്കാതെ കാട് പിടിച്ച മേഖലയിൽ ദുസ്സഹമായ സാഹചര്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളാണ് വൃത്തിയാക്കിയത്. വടക്കേക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അജ്മൽ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ മുതിർന്ന നേതാക്കളായ ഗോപാലകൃഷ്ണൻ, അഷ്റഫ് മരക്കാർ, ഫൈസൽ തടാകം, അലി പെരുമ്പുള്ളി, അഖിൽ കാഞ്ഞങ്ങാട്, ഗോകുൽ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. വാർഡ് മെമ്പറിന്റെ അനാസ്ഥ പല വികസനവും പല റോഡുകളും
ശുചീകരണ പ്രവർത്തിയിൽ ഏർപ്പെട്ടപ്പോൾ ജനങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന ഏരിയകളിൽ മേഖലകളിൽ തീർച്ചയായും കാടുകൾ വിറ്റെടുക്കുന്ന ഈ അവസ്ഥ ഒന്നാം വാർഡ് മെമ്പറുടെ അനാസ്ഥ കാണുമ്പോൾ തീർച്ചയായും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. വടക്കേക്കാട് മുതൽ നാലാങ്കല്ല് വരെയുള്ള മേഖലകൾ ഈ നിമിഷം മുതൽ നമ്മൾ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വരവൂർ പിലാക്കാട് കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ച സംഭവം പോലീസ് അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് നിർണായക സൂചന ലഭിച്ചതായി പോലീസ്. 48ാമത് വയലാർ രാമോർമ്മ സാഹിത്യ പുരസ്കാരം അശോകൻ ചെരുവിലിന്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഒക്ടോബർ 27 വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച അപകടം. കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. അപകടം ഞായറാഴ്ച രാവിലെ 8:30 രൂക്ഷമായ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയുമായി ചൂണ്ടൽ പഞ്ചായത്ത്. കാട്ടുപന്നികളും ക്ഷുദ്രജീവികളും വരുത്തുന്ന വ്യാപക കൃഷിനാശത്തെ തുടർന്ന് പഞ്ചായത്ത് പരിധിയിലെ കർഷകർ, കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റ് നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു എം ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തിരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കണമെന്നും റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്തണമെന്നും ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.